अस्पतिरसोत्पन्ना गंधाढ्यो गंधमतमाग्रेय सर्वदेवाना धूपो हिमदिगश्यतां धूपमाघ्रापयामि. എങ്കിൽ പിന്നെ എല്ലാരും തയ്യാറാണെങ്കിൽ പൂജ ആരംഭിക്കാലോ. ഒന്ന് നിർത്തണേ പൂജാരി. അപ്പോ ഇവരുടെ നാടകം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭാർഗവി മേമയാണീ. വേറെ ആരുടെയാ? ചെറിയച്ച, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? അങ്ങോട്ട് പോ. ഇല്ല രാമ, അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ചെറിയച്ച, നിങ്ങളുടെ ചേട്ടനും ചേച്ചിയല്ലേ, നിങ്ങൾ വേണ്ട മുമ്പിൽ നിന്ന് കർമ്മം നടത്താൻ. എങ്കിലല്ലേ എന്റെ അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് അച്ഛന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ ഈ വന്നേ ചെറിയച്ച. വേണ്ട രാമ, വന്നേ. വേണ്ട രാമ, പാപിയെ കൊണ്ട് പവിത്രമായ കാര്യം ചെയ്യിപ്പിക്കണ്ട. ഇതിന്റെ പവിത്രത നഷ്ടപ്പെടും. ഞാൻ ഇത്രയും കാലം ഇവിടുന്ന് മാറി ഫാം ഹൗസിൽ നിന്ന് തന്നെ ഇതുകൊണ്ടാളാ. ഞാൻ സ്നേഹത്തോടെ അടുത്ത് വന്നാലും ഇവരാരും എന്നെ ചേർത്ത് പിടിക്കില്ലടാ. നീ ഇരിക്ക. ചെറിയച്ച, ഇരുന്നോടാ, കാര്യങ്ങൾ നടക്കട്ടെ. हस्तप्रक्षाल्य आचम्य ओम अच्युताय नमः, ओम अनंताय नमः, ओम श्री गोविंदाय नमः. पवित्रधारणं धृत्वा पवित्रपाणिः प्राणानायम्या ओम वाहावं वाहावं माहावं जनहावं तभावं तत्यमं तत्त्वतत्वरेण भर्गो देवस्य धीमहि धियो यो न प्रचोदयात् इति संकल्प्य. नाम देस्या सह कुटुंब अन्योन्या सहायेन पितृकार्य मातृकार्य देवता युगता सिद्ध्यर्थमिति संकल्प्य द्रुतोऽस्मि करिष्यामि. കരിമിക്ക, സുഗന്ധനല്ലേക്ക? സുഖമായിട്ടിരിക്കുന്നതാ. എത്ര വർഷമായി നിങ്ങളെ കണ്ടിട്ട്. ഇങ്ങോട്ടുള്ള വരവ് പോലും നിങ്ങൾ നിർത്തിയില്ലേ? അതെ രാമ. ഇക്ക, ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ ചരമവാർഷിക. നിങ്ങൾ വന്നതിന് ഒരുപാട് സന്തോഷം. അകത്തേക്ക് വാ. ഓ, എത്ര വർഷമാണ് നിന്നെ കണ്ടിട്ട്. ഒന്ന് വരാൻ തോന്നിയല്ലോ. അതെ മുതലാളി. സുഖാണോ? സുഖമായിട്ടിരിക്കണ്ട മുതലാളി. സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ടിരിക്കുന്നു. എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖം തന്നെ. വലിയ മുതലാളി, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? മകനെ മരുമകളൊക്കെ നഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നിങ്ങളെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. സന്തോഷായി. മുതലാളിയും ചേച്ചിയും പോയതിനു ശേഷം ഈ കുടുംബം മൊത്തം വിഷമത്തിലായിരുന്നു. ഇപ്പോ വീട് നിറയെ ആളുകളെ കണ്ടിട്ട് എനിക്ക് സന്തോഷമായി. ഇക്ക, ഇതാ എന്റെ വൈഫ് സീത. ഇതെന്റെ മകള് സുബി. അത് അശോകിന്റെ ഭാര്യ പ്രിയ. ഏതായാലും നീ വീട്ടിലേക്ക് വന്നതല്ലേ, നിന്റെ മുതലാളിക്ക് തർപ്പണം സമർപ്പിക്കുന്ന ദിവസം നീയും കൂടെ പ്രാർത്ഥിച്ചേക്ക്. ഞാൻ എന്തൊരു നിർഭാഗ്യവാനാ. ഈ കരീമിക്കാക്കുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതെ പോയല്ലോ. സ്വന്തം മകനായ എന്നെ ഒരു ശത്രുവിനെ പോലെ അച്ഛൻ കാണുന്നത്. സീതേ,
ഈ കരീമ നമ്മുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പോരാ, ഈ വീട്ടിലൊരു അംഗമായിരുന്നു. നമ്മുടെ ഇന്ദ്രനുണ്ടല്ലോ, ഇവനെ വലിയ ഇഷ്ടമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇന്ന് വരാൻ തോന്നിയെങ്കിൽ ചിലപ്പോ അതെനിക്ക് മുതലാളി തോന്നിപ്പിച്ചായിരിക്കും. അല്ല, കൊച്ചു മുതലാളി എവിടെ പോയി? അത് മുതലാളിയുടെ പ്രിയ അനിയൻ. അവൻ പ്രിയപ്പെട്ട അനിയനല്ല, പാപിയ. ചേട്ടനെ കൊന്ന കൊലയാളി അവൻ. അവനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാ. കൊച്ചു മുതലാളി, നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായത്? കൊലയാളികൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, കുടിച്ചു കുടിച്ചു കുടുംബം വരെ നശിപ്പിക്കും. ഇവര് കൊന്നു കളഞ്ഞെന്നോ? എന്റെ മുതലാളിയോ? അതെ, എന്ത് ബുദ്ധിദോഷം വന്നിട്ടാണെന്ന് അറിയില്ല, ഇന്ദ്രനെയും വാണിയെയും കൊന്നു കളഞ്ഞു. ഇല്ല മുതലാളി, ആ മുതലാളിനെ കൊന്നു ഇവരല്ല. നീ ഇന്ന് വീട്ടിലേക്ക് വന്നതില് സന്തോഷമുണ്ട്. പക്ഷേ ഈ കുടിയനെ ന്യായീകരിച്ചുകൊണ്ട് ഈ സന്തോഷം നശിപ്പിക്കരുത്. ഇവൻ ചെയ്തത് എന്താണെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാൻ യാതൊരു വഴിയില്ല. അച്ഛാ, നിങ്ങളത് വിട്. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ അത് പല വഴിക്ക് പോവും. അങ്ങനെ വന്നാ കർമ്മം നടത്താൻ ബുദ്ധിമുട്ടാവും. പക്ഷേ മേമ, കരീം കാക്ക എന്തോ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തോ അറിയാവുന്നല്ലേ? ഇത്രയും കാലമായിട്ട് സത്യം ചെറിയച്ഛൻ അച്ഛനെ അമ്മയെ കൊന്നിട്ടില്ലാന്ന് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ കരീമിക്കയും വന്ന് അത് തന്നെ പറയുമ്പോ സത്യം ചെറിയച്ഛൻ പറഞ്ഞത് സത്യമായിരിക്കില്ലേ ചിലപ്പോ? രാമ, ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല, മിണ്ടാതിരിക്കെ. സത്യവും കള്ളവും ഒക്കെ മാറ്റിവെച്ച് നീ കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ നോക്ക്. മേമ ഒരു മിനിറ്റ്. കരീമിക്ക, സത്യം എന്താന്ന് പറ. കൊച്ചു മുതലാളിക്ക് അവരുടെ ചേട്ടനും ചേച്ചിയും പ്രാണനായിരുന്നു. അവർക്കും അങ്ങനെ തന്നെയാ. കൊച്ചു മുതലാളി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനായിരുന്നു. കൊച്ചു മുതലാളിയെ അവർക്ക് വലിയ ഫോട്ടോഗ്രാഫർ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മുതലാളി അവർക്ക് ഒരു ക്യാമറയും കൊടുത്തിരുന്നു. അല്ലേ കൊച്ചു മുതലാളി? ചേട്ടൻ ഒരുപാട് സ്നേഹത്തോടെ തന്നതായിരുന്നത്. നിങ്ങൾ അതും പിടിച്ച് എല്ലായിടത്തും ഓടി നടക്കുമായിരുന്നു. മുതലാളിയും ചേച്ചി മരിച്ച ദിവസം നിങ്ങളുടെ കയ്യിൽ ആ ക്യാമറ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നിങ്ങളുടെ കഥ പറച്ചിൽ കഴിഞ്ഞെങ്കിൽ കർമ്മം തുടരാമായിരുന്നു. ഒന്ന് നിൽക്കണം മാഡം. കൊച്ചു മുതലാളി നിങ്ങളെല്ലാവരും ഒരു കൊലപാതകയാണെന്ന് കരുതുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കരീം, നിർത്ത്. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. സത്യം ഇതല്ലാന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെല്ലാം ഒരു കള്ളം വിശ്വസിച്ച് വിഷമിക്കുവാണെന്നാ തോന്നുന്നത്. മുതലാളിയും ചേച്ചിയെയും ഇവര് തള്ളിയിട്ട് കൊന്നു നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടെല്ലാം ഒരു സത്യം പറയാനുണ്ട്. എന്ത് സത്യം അത്? അന്ന് ഞാനും മുതലാളിയും ചേച്ചിയും പിന്നെ ഇവരും കൂടിയാ മല കാണാൻ പിക്നിക്കിന് വേണ്ടി പോയത്. അന്ന് ഇവര് ക്യാമറ എടുത്തിരുന്നു. ഞാൻ താഴ്വാരത്ത് അവരെ ഡ്രോപ്പ് ചെയ്ത് അവിടെ കാറിൽ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. മുകളിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോ ഇദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് വെള്ളം കൊണ്ടങ്ങ് പോയി. അവര് മല കയറാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് പോലും ആയിട്ടില്ല. മലമുകളിൽ നിന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കേറി. അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഏട്ടാന്നും പറഞ്ഞൊരു വിളി ഞാൻ കേട്ടു. അവിടേക്ക് ഞാൻ പോയി നോക്കുമ്പോ മുതലാളിയും ചേച്ചിയും മലമുകളിൽ നിന്ന് താഴേക്ക് വീണു.
കൊച്ചു മുതലാളി വലിയ പ്രയാസത്തിലായിരുന്നു. ഞാനും ചാടി ചാകൂന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നിവര് ചാടാൻ ശ്രമിച്ചപ്പോ ഞാനാ തടഞ്ഞത്. കരിമിക്ക, നിങ്ങളെന്ന് എന്നെ തടയാൻ പാടില്ലായിരുന്നു. ദേ ഇപ്പൊ കണ്ടോ, ജീവനോടെ ഉണ്ടായിട്ട് പോലും ദിവസവും മരിച്ചോണ്ടിരിക്കുക ഞാൻ. അതിന് നിങ്ങൾ മരിക്കേണ്ട കാര്യം എന്താന്നേ? ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോ സത്യ ചെയ്തിട്ടില്ലെന്നാണോ? നീ കള്ളം പറയുന്നതല്ലല്ലോ. മുതലാളി, കൊച്ചു മുതലാളി സത്യമായിട്ടും കൊന്നിട്ടില്ല. ഇവിടെ വന്ന് ഞാൻ എന്തിനു കള്ളം പറയണം? ഈ വീട്ടിൽ നിന്ന് കഴിച്ചതിന്റെ നന്ദി എനിക്കുണ്ട്. കൊച്ചു മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞത് ഏത് ദൈവത്തിന്റെ പേരിൽ വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്റെ മകനും മരുമകളും മരിച്ചത് എങ്ങനെയാ? മുതലാളി, അവരുടെ മരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അവര് മലയിൽ നിന്ന് താഴെ വീണ സമയത്ത് സത്യ സാർ എൻ്റെ അടുത്ത് വന്നത് സത്യമാ. ഇവര് വെള്ളം എടുത്ത് പോയപ്പോഴേക്കും മുതലാളിയും ചേച്ചിയും അവിടെ നിന്ന് വീണ് മരിച്ചിരുന്നു. സത്യ, ഇവൻ പറയുന്നത് ശരിയാണോ? നീയും ഈ കൊലയും തമ്മില് യാതൊരു ബന്ധമില്ലേ? ഇല്ല അച്ഛാ. പിന്നെ എന്താ മോനെ, ഇത്ര വർഷമായിട്ട് ഈ സത്യം എന്നോട് പറയാതിരുന്നത്? ഒരു കാര്യമില്ലാതെ കൊലയാളി കൊലയാളി എന്ന് വിളിച്ചില്ലേ? മകനാണെന്നുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് ഞാൻ നിന്നോട് ഒരുപാട് വെറുപ്പ് കാണിച്ചില്ലേ? ഒറ്റത്തവണ പോലും ഉറക്കെ ഞാൻ ആരെയും കൊന്നിട്ടില്ല അച്ഛന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല മോനെ? അച്ഛാ, സത്യം പറയാൻ ഒരു അവസരം നിങ്ങൾ എനിക്ക് തന്നിരുന്നോ? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴൊക്കെ നിങ്ങളല്ലേ എന്നെ അകറ്റി നിർത്തിയത്? സത്യ മുത്തശ്ശ, ചെറിയച്ഛൻ എത്രയോ തവണ അവരാരെയും കൊന്നിട്ടില്ല എന്ന് പറയാൻ ശ്രമിച്ചിട്ടും മുത്തശ്ശൻ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല.